യാത്ര ചെയ്തിട്ട് വലിയ ബമ്പായിട്ട് പോകുന്ന ചില പെൺകുട്ടികളുണ്ട്. അതപ്പില്ലാത്ത പരിപാടിയാണ്, അത് കെട്ടിയോന് നട്ടലില്ലാത്തത് കൊണ്ടുമാണ് എന്ന് കൂട്ടത്തിൽ ചേർത്ത് പറയണം. ഒരിക്കലും അത് ചെയ്യരുത്. ഉമ്മമാരുടെ മുന്നിൽ കയറി നടക്കരുത്, ഒരിക്കലും നടക്കരുത്. ഉമ്മ എന്ന് പറയുന്ന നമ്മുടെ വിളക്കാണ് മക്കളെ. ബാപ്പമാരുടെ മുന്നിൽ ഒച്ചത്തിൽ സംസാരിക്കരുത്. ചില വീടുകളിലേക്ക് ബാപ്പയും ഉമ്മയും മക്കളൊക്കെ വലിയ ഫ്രണ്ട്ഷിപ്പാ, വലിയ കമ്പനിയാ. അങ്ങനെ കമ്പനിയും ഫ്രണ്ട്ഷിപ്പൊക്കെ വായിക്കോട്ടെ, പക്ഷെ അതമില്ലാത്ത വർത്തമാനം മക്കളുടെ വായിൽ നിന്ന് വന്നു പോകരുത്. അതുകൊണ്ട് വീട്ടിൽ ഉമ്മമാർക്ക് നല്ല പരിഗണന കൊടുക്കണം. അവരാണ് നമ്മുടെ സ്വർഗത്തിന്റെ താക്കോൽ. സയ്യിദുനാ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂലാ പറയുന്ന അവരാ സ്വർഗത്തിന്റെ താക്കോല്. നീ വലിയ ബംഗ്ലാവ് പണിതു, നീ വലിയ വാഹനം വാങ്ങി, നീ വലിയ സൗകര്യമുള്ളവനായി, വലിയ വ്യവസായ പ്രമുഖനായി, ഉമ്മാന്റെ പൊരുത്തമില്ലേ നിനക്ക്, എന്നാൽ പിന്നെ നീ നരകത്തിന്റെ കുണ്ടിലാ. അള്ളാന്റെ റസൂല് പറഞ്ഞ ഹദീസ് ചെറുതായിട്ട് നിങ്ങൾ കാണണ്ട, അതൊക്കെ അനുഭവം വരുമ്പോഴാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഉമ്മയെ നെഞ്ചിലേക്ക് കയറ്റിക്കോളൂ. ഉമ്മമാര് നെഞ്ചിലിരിക്കട്ടെ. അവർ തന്നെയാണ് നമ്മുടെ എല്ലാ അപകടങ്ങളും രക്ഷപ്പെടുത്തുന്നത്. കണ്ടില്ലേ, മൂസാ നബി അലൈഹിസ്സലാം തൂര് സീനാ പർവ്വതത്തിലേക്ക് ഇങ്ങനെ കയറുമ്പോ പെട്ടെന്ന് കാലൊന്ന് വഴുതിപ്പോയി. സുലൈമാൻ മഹാനായ മൂസാ നബി ഒന്ന് വീഴാൻ തുടങ്ങി. ഉടനെ ഇറങ്ങി വഹ്യ്. അല്ലാഹ് പറഞ്ഞു, മൂസാ ഇനി നീ ശ്രദ്ധിച്ച് നടന്നുകൊള്ളണം. ആരോടാ പറയുന്നത്? മൂസാ നബിയോട്. മൂസാ നബി ഇനി നീ ശ്രദ്ധിച്ച് നടന്നുകൊള്ളണം. കാരണം എന്തെന്നറിയുമോ? ഉമ്മമാര് കേട്ടോ, മൂസാ നബിയുടെ ഉമ്മ മരണപ്പെട്ടതിന്റെ ശേഷമാണ് സംഭവം. മൂസാ നബിയുടെ ഉമ്മ മരണപ്പെട്ടതിന്റെ ശേഷമാണ് ഈ തൂര് സീനാ പർവ്വതത്തിലേക്ക് കയറുമ്പോ കാലൊന്നും മടങ്ങി വീണത്. അല്ലാഹ് പറഞ്ഞു മൂസാ നബിയോട്, മൂസാ ഇനി നീ സൂക്ഷിച്ച് നടക്കണം. കാരണം ഇത്രയും കാലം ദുആ കൊണ്ട് നിന്നെ സംരക്ഷിച്ചു നിർത്തുന്ന നിന്റെ ഉമ്മയുണ്ടായിരുന്നു ഭൂമി മണ്ണിൽ ജീവിച്ച്. ആ ഉമ്മ മരിച്ചു പോയപ്പോ ആ സംരക്ഷണം നിനക്കില്ലാതെ പോയി. ഉമ്മാന്റെ സംരക്ഷണം ഇല്ലാതെ പോയി. അപ്പൊ കാല് തട്ടിപ്പോകും. എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഉമ്മമാർക്കൊരു സ്വതക്ക കൊടുത്തു പോകണം. വാഹനമല്ലേ, ചിലർക്ക് വാഹനത്തിങ്ങനെ പോകുമ്പോൾ അവനവന്റെ കഴിവാണ് എന്ന് വിചാരിക്കും. അള്ളാഹ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കണം. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ടതാ. വലിയ വീട് നിങ്ങൾ പണിതോടൂ, വലിയ വീട് ഏത് മോഡലിൽ വേണമെങ്കിലും. പക്ഷെ ആ വീട് പണിയുമ്പോ മണ്ണിൽ പണിയണം, മനസ്സിൽ പണിയരുത്. എത്ര വലിയ വാഹനം വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം, അത് റോഡിലൂടെ ഓടിക്കണം, മനസ്സിലൂടെ ഓടിക്കണ്ട. ഇതൊക്കെ പഠിക്കേണ്ട അളവുകളല്ലേ. അതുകൊണ്ട് മരിച്ചതിന്റെ ശേഷം ഉമ്മാന്റെ കാവല് അത് കുറഞ്ഞു പോയതിന്റെ പേരിൽ കാല് തട്ടി വീഴാൻ, അല്ലെങ്കിൽ വാഹനം ഇടിച്ചു വീഴാൻ, ഇതിനൊക്കെ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉമ്മമാര് കൂടെ വേണം, അവരുടെ ദുആ വേണം. അതോടൊപ്പം തന്നെ ഉമ്മമാര് ശ്രദ്ധിക്കണം, മക്കൾ എവിടെ പോയാലും അവരുടെ പിന്നിൽ നിങ്ങളുടെ ദുആ വേണം. നിങ്ങളുടെ ദുആയില്ലാതെ ഒരു മകനും രക്ഷപ്പെടൂല. നിങ്ങളുടെ പ്രാർത്ഥനയില്ലാതെ ഒരു മകനും രക്ഷപ്പെടൂല. ഞാൻ പറഞ്ഞു വരുന്നത്, വാപ്പമാര് ഉമ്മമാരുണ്ടെങ്കിൽ അവരെ മുന്നിൽ നടത്തിയിട്ട് പിന്നിലേ മക്കള് നടക്കാൻ അനുവാദമുള്ളൂ. എവിടുന്നാണ് ഇത് പഠിച്ചത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ നിന്നാണ് പഠിച്ചത്. വയബ്ദഉ മൻ ലഖിയഹു ബിസ്സലാം. കാണുന്നത് ആരെയാണോ ആദ്യം സലാം തുടങ്ങുന്നത് നബിയാ. രണ്ടാമത്തെ സംസ്കാരം കാണുന്നത് ആരെയാ ആദ്യം സലാം കൊണ്ട് തുടങ്ങും. ഇങ്ങോട്ട് സലാം ചെല്ലട്ടെ, എന്നിട്ട് മടക്കാം എന്നല്ല നബിയുടെ അങ്ങോട്ട് സലാം പറയുന്ന സമ്പ്രദായമാണ്. കാരണം സലാം എന്ന് പറയുന്നത് ഒരു ഇടിവെട്ടി സാധനമാ. എന്തൊരു ദുആയാ! ഒരു അഭിവാദ്യങ്ങൾക്കുമില്ലാത്ത വിധത്തിലുള്ള അർത്ഥവത്താണ് നമ്മുടെ സലാം. ആരോടും പറയാം, എപ്പോഴും പറയാം, ഏത് ഘട്ടത്തിലും പറയാം, എങ്ങനെയും പറയാം നമ്മുടെ സലാം. അതാണ് അള്ളാഹുവിന്റെ ദീനിന്റെ സലാമിന്റെ ഉദാത്തമായ മാതൃക. വേറെ ഒന്നിനും കിട്ടൂല. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ നല്ല പ്രഭാതമാണ്. നല്ല പ്രഭാതം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മോശം പ്രഭാതം വരാം, അല്ലെങ്കിൽ മനസ്സ് കാലുഷ്യമായിട്ടിരിക്കുമ്പോ അവനോട് ഗുഡ് മോർണിംഗ് നല്ല പ്രഭാതം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമസ്തേ, വന്ദനം, ഇതൊക്കെ പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. അതേസമയം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ബാപ്പ മരിച്ചു കിടന്നിട്ട്, ഉമ്മ മരിച്ചു കിടന്നിട്ട് സങ്കടപ്പെട്ട് അലമുറയിട്ട് കരയുന്നവനോടും ചെന്നിട്ട് പറയാ
അസ്സലാമു അലൈക്കും എന്ന് പറയാം. അതാണ് ഇസ്ലാമിന്റെ അഭിവാദ്യ രീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ അഭിവാദ്യം എങ്ങനെ വേണം? ആദ്യം തുടങ്ങണം. അതാണ് നല്ലത്. തുടങ്ങിപ്പോയാൽ പിന്നെ മടക്കേണ്ടി വരും. ആദ്യം സലാം കൊണ്ട് തുടങ്ങണം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അതിനൊക്കെ ഒരുപാട് വേർതിരിവ് വന്നുപോയി. ഇന്ന് സലാം പറയുന്നത് അതിനൊക്കെ പ്രത്യേകമായ മാനദണ്ഡമുണ്ട്. എന്താണ് ആ മാനദണ്ഡം? എതിരെ വരുന്നവൻ നമ്മുടെ സംഘടനക്കാരനാണ്. ഇവിടെ ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലം പോകുന്ന പോക്ക് ഇവിടെ നാം എല്ലാവരും, ഞാൻ മിനിഞ്ഞാന്ന് പെരുമ്പാവൂരില് 90 മഹല്ലുകൾ കൂടി സംയുക്തമായി സംഘടിപ്പിച്ച വലിയൊരു നബിദിന സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ വന്നിട്ട് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും മതപണ്ഡിതർ വരെ സമൂഹത്തോട് പറയുന്നത്, നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ പേടിച്ചു ജീവിക്കണം, നമ്മളിവിടെ ന്യൂനപക്ഷമാണ്, ഇവിടെ ബഹുഭൂരിപക്ഷവും വേറെയാണ് എന്നിട്ടൊരു പദം പ്രയോഗിച്ചു. ഏതാണ് ആ പദം? ഇവിടത്തെ ഭൂരിപക്ഷ സമുദായം ഒന്നിച്ചു നിന്ന് മൂത്രമൊഴിച്ചാൽ ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ ഒലിച്ചു പോകുമെന്ന് നൂറുകണക്കിന് മുസ്ലിമീങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ മുസ്ലിം നേതാവ് പ്രസംഗിച്ചു. ശേഷം ഒരുപാട് ആളുകൾ അവിടെ പ്രസംഗിച്ചു. അവസാനം പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു, അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് മുള്ളിയാൽ അങ്ങനെ ഒലിച്ചു പോകുന്ന ഒരു സമുദായമല്ല മുസ്ലിം സമുദായം. പറയേണ്ടി വരും. ഇനി അങ്ങനെ തന്നെ ഒരു ഉത്കണ്ഠ ഉണ്ടാകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഈ രാജ്യത്തിന്റെ ഘടകം എന്താണ്? അതിന്റെ കാരണം എന്താ? നാം ചോദിച്ചു വാങ്ങിയതാണ്, കൊണ്ടുപോയി തന്നതല്ല. നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യം നമ്മൾ ചോദിച്ചു വാങ്ങിയതാണ്. കാരണം എല്ലാം ഇന്ന് സംഘടനാധിഷ്ഠിതമാണ്. എല്ലാം സംഘടനയാണ്. എന്റെ സംഘടന, എന്റെ അനുയായികൾ, ഓരോരുത്തരും അവനവൻ വിശ്വസിക്കുന്ന സംഘടനകളും ആ സംഘടനയുടെ കീഴിലുള്ള അനുയായികളും ഈ ഒരു രൂപത്തിൽ നമ്മുടെ മനസ്സ് ചുരുങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ ചുരുങ്ങിപ്പോയത് കൊണ്ട് ഒരു പള്ളിയാണെങ്കിലോ നമ്മുടെ മഹല്ലിന്റെ സംവിധാനം നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഏത് വിഭാഗക്കാർക്കും ഒരുപോലെ അവകാശമുള്ളതാണ് നമ്മുടെ പള്ളികൾ. ശരിക്കും ശ്രദ്ധിക്കണം. ഈ നാട്ടിലെ കാരണവന്മാരും ഈ നാട്ടിലെ പൗരപ്രമുഖരും, ഒരു നാട്ടിലെ പള്ളി എന്ന് പറഞ്ഞാൽ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ, ആ നാട്ടിൽ 100 അംഗങ്ങൾ ഉണ്ടെങ്കിൽ, 1000 അംഗങ്ങൾ ഉണ്ടെങ്കിൽ 1000 പേരുടെയും തുല്യാവകാശമാണ് മഹല്ല്. ആ തുല്യാവകാശം വിട്ടിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവാണ് പ്രസിഡന്റ് ആകുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതാവാണ് പ്രസിഡന്റ് ആകുന്നതെങ്കിൽ, പിന്നെ ആ മഹല്ല് ആ സംഘടനയുടെ പേരിൽ വരവ് വെക്കപ്പെടുന്നതാണ് എന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് പറയാം, ഈ കൂറ്റംവേലി എന്ന മഹല്ല് എത്ര പഴക്കമുള്ള മഹല്ല, എത്രയോ പതിറ്റാണ്ടുകൾ ദർസ് നടന്നിരുന്ന മഹല്ല. ഈ വിനീതനും ഈ നാട്ടിൽ ദർസ് നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആലിക്കോയ മൗലവി ദർസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അലിയക്ബർ ഉസ്താദ് ദർസ് നടത്തിയിട്ടുണ്ട്. നൂറാനി ഉസ്താദ് ദർസ് നടത്തിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളോളം മനോഹരമായി ദർസ് നടത്തിക്കൊണ്ടിരുന്ന പരിശുദ്ധമായ ഒരു മഹല്ലാണ് ഈ മഹല്ല്. ഞാൻ പിൽക്കാലത്ത് പല സ്ഥലങ്ങളിലും ജോലിക്ക് പോയപ്പോ അവിടെ മുഴുവനും ചെന്നിട്ട് ഞാൻ കൂറ്റംവേലിയെ ഓർക്കും. എന്ന് പറഞ്ഞാൽ അത്ര സ്നേഹമുള്ളവരായിരുന്നു ഈ നാട്ടുകാർ. ഇവിടത്തെ മുദരിസിനെ നെഞ്ചിലേറ്റിയവരാണ് കൂറ്റംവേലിക്കാർ. ഇന്നും അതേ ബന്ധവും അതേ അനുഭവമാണ് ഞാൻ ഇവിടെ അനുഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള മഹല്ലുകള് നമ്മുടെ കേരളത്തിന്റെ 100 മഹല്ലുകളിൽ ഏതെങ്കിലും ഒരു സംഘടനക്കാരൻ, ചിലപ്പോ സെക്രട്ടറി, പ്രസിഡന്റ് ആയിട്ട് വന്നാ പിന്നെ മഹല്ലാര്യ അവന്റെ സംഘടനയുടെ. അങ്ങനെ കേരളത്തിലെ ഒരൊറ്റ മഹല്ലും വിട്ടുകൊടുക്കാൻ മുസ്ലിമീങ്ങൾ, ആർജവമുള്ള മുസ്ലിമീങ്ങൾ ഉള്ളിടത്തോളം കാലം അതിന് മുന്നോട്ട് വരരുത്, തയ്യാറാവരുത് എന്ന് മാത്രമാണ് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത്. എന്താ ഞാനിത് പറയാൻ കാരണം? മഹല്ലുകളിൽ ഭിന്നിപ്പാണ്, മഹല്ലുകളിൽ കാലുഷ്യമാണ്. അത് പാടില്ല. മഹല്ലുകളിൽ 100 പേരുണ്ടെങ്കിൽ പണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും പണ്ഡിതന്റെയും പാമരന്റെയും ഒരുപോലെയുള്ള അവകാശവും അവന്റെ വരിസംഖ്യയും അവന്റെ ഭക്ഷണവും അവന്റെ സൗകര്യങ്ങളും എല്ലാം കൊടുത്തു വളർത്തി കൊണ്ടുവരുന്നതാണ് മഹല്ല്. തുല്യാവകാശമാണ്.
അവിടെ ഏത് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതനും സേവനം ചെയ്യണം. ഏത് പണ്ഡിതന്റെ സേവനം അഹ്ലുസുന്നത്താണോ സുന്നിയാണോ അവരുടെ മുഴുവനും സേവനം ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഉപയോഗപ്പെടുത്തണം. ഇല്ലാതെ വരുമ്പോഴാണ് ഓരോ നാട്ടിലും ഫിത്നകൾ തലപൊക്കുന്നത്. അപ്പോ ഒരാൾക്കൊരു അധികാരം കിട്ടിയപ്പോൾ ആ അധികാരത്തിന്റെ പേരിൽ ആ മഹല്ലിലെ മുഴുവൻ ആളുകളെയും അടിച്ചൊതുക്കുന്ന ഒരു ചുറ്റുപാട് വന്നാൽ പാടില്ലെന്ന് പറയാൻ നാവ് പൊങ്ങിയില്ലെങ്കിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന ആള് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ മുഴുവൻ ആളുകളും ഞങ്ങൾ പറയുന്നത് കേട്ടുകൊള്ളണം എന്ന് പറയുന്ന ഫാഷിസ്റ്റ് സമ്പ്രദായമുണ്ടല്ലോ. ആ സമ്പ്രദായം തന്നെയല്ലേ നമ്മുടെ മഹല്ലുകളിൽ നടപ്പാകുന്നതും. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതിൽ, അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചു കൊള്ളണം. അവനോന്റെ സംഘടനക്കാരനാണ് എന്ന വിചാരം വേണ്ട. കണ്ടില്ലേ നിങ്ങൾ ഈ സദസ്സിലേക്കൊന്ന് നോക്ക്, ഈ മജ്ലിസിലേക്കൊന്ന് നോക്ക്. ഇവിടെ വന്നിരിക്കുന്നവർ വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ തന്നെ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരാണോ, അഹ്ലുസുന്നത്തിന്റെ സംഘടനകളാണോ? പരസ്പരം കലഹിക്കാൻ പാടില്ല, പരസ്പരം വൈരം വെക്കാൻ പാടില്ല. എല്ലാവരെയും ഒരേ സ്റ്റേജിൽ ഒരുമിച്ച് കൂട്ടാൻ ഇതുവരെ ഞങ്ങൾക്ക് കഴിഞ്ഞതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്ന സദസ്സുകളൊക്കെയും. എല്ലാവരും വേണം, എല്ലാവരും കൂടണം. നമ്മളൊക്കെ ഒരൊറ്റ ഈമാനാ, ഒരൊറ്റ തൗഹീദാ, ഒരൊറ്റ സുന്നത്താ, ഒരൊറ്റ ജമാഅത്താ. പലരും പല സംഘടനകളിൽ പ്രവർത്തിച്ചു കൊള്ളട്ടെ. വൈവിധ്യമാണ്, വൈവിധ്യമുണ്ടാകുമല്ലോ. വൈവിധ്യമുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 10 മക്കളുണ്ട്. ആ 10 മക്കളില് എല്ലാവരും വെളുത്തവരായിക്കൊള്ളുന്നില്ല. വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, ഇരുനിറക്കാരുണ്ട്, ചിലര് ഞൊണ്ടന്മാരുണ്ട്, ചിലർ കൈ പോയവരുണ്ട്, എല്ലാവരും ഉണ്ട്. ആ 10 മക്കളുണ്ടെങ്കിലും ആ 10 മക്കളും മരിക്കുന്ന സമയത്ത് വാപ്പയുടെ ചുറ്റും കൂടി നിൽക്കുമ്പോ വാപ്പ പറയും, എന്റെ മക്കളൊക്കെ, എന്റെ ഈ മക്കൾ എല്ലാവരും നല്ലവരാണ്, അവരൊക്കെ ഉത്തരവാദിത്വ ബോധമുള്ളവരാണ്, എന്റെ മക്കളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വാപ്പയെ സംരക്ഷിക്കുന്നതിലും വീട് പരിപാലിക്കുന്നതിലും വീടിന്റെ കാര്യങ്ങൾ നോക്കുന്നതിലും ഈ 10 മക്കളും നല്ലവരാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇതുപോലെയാകണം നമ്മുടെ മഹല്ലുകൾ. എല്ലാവരും വേണം മഹല്ലിന്. അവനോന്റെ രാഷ്ട്രീയത്തിന്റെ നിയമം നടപ്പാക്കാനുള്ളതല്ല പള്ളി, അവനോന്റെ സംഘടനകളുടെ തീരുമാനം നടപ്പാക്കാനുള്ളതല്ല പള്ളി. സംഘടനക്കാര് സമൂഹത്തിൽ വെറും 5% ഏത് മഹല്ല് പരിശോധിച്ചാലും സംഘടനയിൽ പ്രവർത്തിക്കുന്നവര് 4-5%. ബാക്കി ആർക്കും സംഘടന ഇല്ലാത്തവര് തന്നെ നല്ലവര്. ഞാൻ അതോടെ പറയേണ്ട കാലമാണ്. സംഘടനയിൽ പ്രവർത്തിക്കാത്തവരാ നല്ലവര്. സംഘടനയിൽ പ്രവർത്തിച്ചു പോയാൽ പിന്നെ ഒരുപാട് നൂലാമാലകളാണ്. കാരണം നമ്മെ നയിക്കാൻ പറ്റുന്നവരെ കിട്ടിയില്ലെങ്കിൽ നമ്മളെ കുളത്തി കൊണ്ടുപോയി ചാടിക്കും. അതുകൊണ്ട് സംഘടന ഒന്നും വേണ്ട. അതിന്റെയൊക്കെ അപ്പുറമുണ്ട് ഒരു ദീന്. ആ ദീൻ തന്നെയാണ് നമ്മുടെ ഇതുപോലെയുള്ള നാടുകളിലൊക്കെ നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞു വരുന്നത് സലാം കൊണ്ട് തുടങ്ങണം. ഇത് നല്ല ഒരു സംസ്കാരമാണ്. അതുപോലെ തന്നെ സംസാരിക്കുമ്പോ പദങ്ങൾ കുറച്ചിട്ട് ആശയം ശരിക്കും ഉൾക്കൊള്ളുന്ന നല്ല ആശയ സമ്പുഷ്ടമായ വാക്കുകളാണ് പറയേണ്ടത്. വെറുതെ വളവളാന്ന് സംസാരിക്കരുത്. നോക്കൂ നിങ്ങൾ, വെറുതെ വായിട്ടടിക്കരുത്. നമ്മുടെ നാടൻ ഭാഷ വെറുതെ വായിട്ടടിക്കരുത്. സംസാരിക്കുമ്പോ മനോഹരമായി സംസാരിക്കണം. ആരാണ് പ്രതിപക്ഷം എന്ന് മനസ്സിലാക്കി സംസാരിക്കണം. മുതിർന്നവരോട് ബഹുമാനത്തോടെ സംസാരിക്കണം. കുഞ്ഞുമക്കളോട് കരുണയോടെ സംസാരിക്കണം. ഇതൊന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇന്ന് ചെറിയ മക്കൾ വരെ വലിയവരോട് സംസാരിക്കുന്നത് എത്ര ദാഷ്ട്യത്തിലാ. ഞാൻ ഒരു ദിവസം ഈ കടവിൽ കുളിക്കാൻ വന്നു. ഈ കടവ് എന്റെ കടവാണല്ലോ. ഞാൻ കുളിക്കാൻ വന്നു. ഈ കടവിൽ എന്റെ കുട്ടികളെയും എന്റെ മക്കളെയും എന്റെ അനുജന്റെ മക്കളെയും എല്ലാവരെയും കൂട്ടി ഇവിടെ കുളിക്കാൻ വന്നപ്പോ കുറച്ചു കുട്ടികളുണ്ട്. ഇവിടെ ഈ കടവില്, നമ്മുടെ MS-ന്റെ വീടിന്റെ മുന്നിലൂടെ പോകുന്ന കടവില് കുറച്ച് കുട്ടികൾ ഇരിക്കുന്നു. ഈ നാട്ടിലെ ആവാം, പരിസരത്തുനിന്ന് വന്നവരാവാം. ആ കുട്ടികൾ ഇങ്ങനെ ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിലും മാർഗ തടസ്സം സൃഷ്ടിച്ച് കുട്ടികൾ ഇരിക്കുമ്പോ എന്റെ കൂട്ടത്തിലുള്ള മുതിർന്ന ഒരാള് കുട്ടികളോടൊന്ന് ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞപ്പോ ആ കുട്ടികൾ ഇങ്ങോട്ട് മെത്തേക്ക് കയറുന്നു. ഇങ്ങോട്ട് മെത്തേക്ക് കയറാൻ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ ചോദ്യം കൂറ്റംവേലിയിലെ കുട്ടികളല്ല, കൂറ്റംവേലിയിലെ കുട്ടികളെയും കാരണവന്മാരെയും എനിക്കറിയും. അവർ അദബം നല്ലതുപോലെ പഠിച്ചവരാ, പഴയകാലത്തെ അലിമീങ്ങളെ കണ്ട് ശീലിച്ചവരാ, അദബും ബഹുമാനവും കണ്ടിട്ടുള്ളവരാ. ഇതിന്ന് പുതിയ തലമുറയുടെ മക്കളിൽ അദബുകളുടെ ലേശം പോലും ഇല്ലാതെ വന്നപ്പോ
എന്തും പറയാം, ആരെയും പറയാം, എവിടെ വച്ചും പറയാം, എങ്ങനെയും പറയാം എന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ മാറിപ്പോയില്ലേ? അതുകൊണ്ട് സംസാരിക്കുമ്പോ നല്ല സംസാരം വേണം. അനാവശ്യമായ വർത്തമാനങ്ങളില്ല, ഒരു മോശപ്പെട്ട വർത്തമാനവും നബിയുടെ നാവിലില്ല. അതുപോലെ തന്നെ വർത്തമാനത്തിൽ ഒരു കുറവോ ന്യൂനതയോ വരാറില്ല. മക്കളെ, സംസാരിക്കുമ്പോ ഇന്ന് തെറി പറയുക എന്നത് ഒരു നാടൻ ഭാഷയാ, നാടൻ സമ്പ്രദായമാണ്. അറിയാതെ വായിൽ തെറിയാ വരിക. ചിലര് വാഹനം ഓടിക്കുമ്പോ കണ്ടില്ല, സൂക്ഷിച്ചു വാഹനം ഓടിച്ചില്ലെങ്കിൽ എതിരെ വരുന്നു തെറി പറഞ്ഞിട്ടാ പോവാ. ഈ വാഹനം ഓടിക്കുന്നത് മുസ്ലിയാരാണോ? ഈ വാഹനം ഓടിക്കുന്നത് തങ്ങളാണോ? ഈ വാഹനം ഓടിക്കുന്നത് മുതിർന്ന ആളാണോ? നാട്ടിലെ പൗരനും അതുപോലെ മാന്യനുമാണോ? ഇതൊന്നും എതിരെ വരുന്ന വാഹനത്തിന്റെ ഡ്രൈവർക്ക് നോക്കേണ്ടതില്ല. അവൻ തെറി പറഞ്ഞിട്ടാ പോവുക. നിസ്സാര കാര്യം മതി. ഇതാണ് ഇന്നത്തെ തലമുറ. ഞാൻ അതൊക്കെ വേഗം വേഗം പറഞ്ഞു പോവുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നായി എന്നെങ്ങനെയാ അറിയുക? നിങ്ങൾ സ്വയം വിലയിരുത്തിക്കോളൂ. നിങ്ങളുടെ ഇസ്ലാം നന്നായോ? നിങ്ങളൊക്കെ വിചാരിച്ചത് നമ്മളൊക്കെ നല്ല മുസ്ലിമാണ് എന്നല്ലേ? ആ പ്രതീക്ഷയാണ് നല്ലത്. അല്ലാഹു തആല പ്രതീക്ഷ പുലർത്തി തരട്ടെ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നല്ല മുസ്ലിമാ. എന്നാലും അവനോനൊന്ന് പരിശോധിക്കണം, അവനവൻ പരിശോധിക്കണം. നമ്മുടെ മുന്തിരായ മൗലാന എത്തിക്കഴിഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദീർഘമായ യാത്രയും നിരന്തര പരിപാടിയും കൊണ്ട് വളരെ ക്ഷീണത്തിലാണ് നമ്മുടെ മൗലാന. അതുകൊണ്ട് എന്നോടൊരു അല്പസമയവും കൂടെ സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അത് മാനിച്ച് ഞാൻ അല്പവും കൂടെ സംസാരിക്കുകയാണ്. ഒന്ന്, നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അവിടുത്തെ സംസാരവും ദുആയുമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ പ്രയാസം മാനിച്ചുകൊണ്ട്, ഒരു ലേശം അവിടുത്തെ നിർദ്ദേശം മാനിച്ചുകൊണ്ടാണ്, അദബുകേടാണ് എന്നാരും വിചാരിക്കരുത്. ഒരല്പവും കൂടെ നിർദ്ദേശാനുസരണം സംസാരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, അദബില്ലാത്ത ഒരു കാലമായി നമ്മുടെ കാലം മാറിപ്പോയി. ഇത് നബിതങ്ങളിൽ നിന്ന് ഈ സംസ്കാരം നമ്മൾ ഒപ്പിയെടുക്കണം. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ ഈ വിഷയത്തിൽ തന്നെ സംസാരിക്കുന്നത്, മൻ കാന യുഅ്മിനു ബില്ലാഹ്, ആരെങ്കിലും ശരിയായ വിധത്തിലുള്ള അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, അവസാന നാളുകൊണ്ട് വിശ്വസിക്കുന്നവരാണെങ്കിൽ, അവൻ നല്ലതു മാത്രം പറഞ്ഞുകൊള്ളട്ടെ, അതല്ലെങ്കിൽ അവൻ മിണ്ടാതിരുന്നു കൊള്ളട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോരുത്തരും അവനവനിലേക്ക് ശ്രദ്ധിക്കണം. ഒരു മനുഷ്യന്റെ ഈമാൻ നല്ലതായോ എന്നറിയാൻ അവന്റെ നിസ്കാരം മാത്രം വളർന്നു നോക്കിയത് കൊണ്ട് പ്രയോജനമില്ല. അവന്റെ ഹജ്ജ് മാത്രം വളർന്നു നോക്കിയത് കൊണ്ട് പ്രയോജനമില്ല.
അവൻ കൊടുക്കുന്ന പൈസയുടെ കനം തൂക്കിയിട്ട് അവൻ നല്ല ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞ് അളന്നു തൂക്കി തിട്ടപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. പിന്നെ എങ്ങനെയാണ് ഒരാളുടെ ഇസ്ലാം നന്നായോ എന്നറിയുക? അത് നബി തങ്ങൾ തന്നെ പറയട്ടെ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ നന്മ എന്ന് പറയുന്നത് തർക്കുഹു മാലാ യഗ്നീ, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഒഴിവാക്കുന്നതിലാണ് ഒരാളുടെ ഇസ്ലാം ഇരിക്കുന്നത്. അല്ലാതെ വെറും നിസ്കാരത്തിൽ മാത്രമല്ല, ഹജ്ജിൽ മാത്രമല്ല. അതുകൊണ്ട് മുതിർന്നവരോട് സംസാരിക്കുമ്പോ ബഹുമാനത്തോടെ സംസാരിക്കണം, അതബോടെ സംസാരിക്കണം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ നബി തങ്ങളുടെ ജീവിതത്തിലെ സദ്ഗുണങ്ങളും അവിടുന്ന് പഠിപ്പിച്ച സംസ്കാരങ്ങളും ഇത്തരം മജ്ലിസുകളിൽ നിന്ന് ഒപ്പിയെടുത്തു പോകണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് പറയട്ടെ, ഊരാന വന്നതുകൊണ്ട് ഞാൻ നീട്ടുകയല്ല. 2-3 കാര്യങ്ങൾ നിങ്ങളെ ഞാൻ അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ അക്കാര്യം നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു പോകണം. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിരുന്നിട്ട് ഇക്കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒന്ന് മനസ്സറിഞ്ഞ് ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വായിച്ചറിയാൻ നമുക്ക് കഴിയും. അള്ളാന്റെ റസൂല് പറഞ്ഞ ചില ആപ്തവാക്യങ്ങളുണ്ട്, ചില പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങൾ തന്നെ ഇന്ന് ഒന്നിന് പിറകെ ഒന്നായി നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് മതി. ഒന്നാമത്തത് 10 ഉപദേശമാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്, 10 എണ്ണം. ആ 10 ഉപദേശങ്ങൾ ഉമ്മമാര് കേട്ടുപഠിച്ചോ, സഹോദരിമാര് മനസ്സിലാക്കിക്കോ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ. 10 കാര്യങ്ങൾ നബി തങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കണം. ഒന്നാമത്തത്, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമാ. ഇത് വല്ലാത്ത ഒരു സംഭവമാണ്. നിങ്ങളിൽ ആരാണ് ഏറ്റവും മുന്തിയവർ ചോദിച്ചാൽ അതിന് മറുപടി നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. ആരാണ് നിങ്ങളിൽ ഏറ്റവും മുന്തിയവർ? നിങ്ങൾ വിചാരിച്ചോ ഇവിടുത്തെ കളക്ടറാണെന്ന്, നിങ്ങൾ വിചാരിച്ചോ ഇവിടുത്തെ മന്ത്രിയാണെന്ന്, നിങ്ങൾ വിചാരിച്ചോ ഇവിടുത്തെ ഓഫീസർമാരാണെന്ന്, നിങ്ങൾ വിചാരിച്ചോ ഇവിടെ ഉയർന്ന പദവികളിലൊക്കെ വിരാജിക്കുന്നവരാണെന്ന്. അല്ല, അല്ലാഹു തആലാന്റെ ദീനിൽ ഏറ്റവും മുന്തിയവരെന്ന് പറഞ്ഞാൽ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമാ, പരിശുദ്ധമായ ഖുർആനും അതിന്റെ വിജ്ഞാനങ്ങളും, അതായത് ഫിഖ്ഹ്, അഖീദ, തസവുഫ്, എല്ലാം ഖുർആനിന്റെ വിജ്ഞാനങ്ങളാണ്. നമ്മുടെ ദർസിന്റെ സമ്പ്രദായം കണ്ടിട്ടില്ല, എല്ലാം പഠിപ്പിക്കുന്നത് ഖുർആനിലുള്ളതാ. മദ്രസയിൽ നമ്മൾ പഠിപ്പിക്കുന്ന അഖ്ലാഖ് ഖുർആനിന്റെ വിജ്ഞാനമാണ്, തജ്വീദ് ഖുർആനിന്റെ വിജ്ഞാനമാണ്, അഖീദ ഖുർആനിന്റെ വിജ്ഞാനമാണ്, അമലിയാത്ത് ഖുർആനിന്റെ വിജ്ഞാനമാണ്. ഈ വിജ്ഞാനമല്ലേ സഹോദരാ നമുക്ക് വേണ്ടത്? അതില്ലാത്തവൻ മനുഷ്യനാണോ? നിങ്ങൾ ആലോചിച്ചു നോക്കണം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു യാത്രയിൽ ഇങ്ങനെ പോകവേ ആടുമേക്കുന്ന ഒരു മനുഷ്യനെ വഴിയരികിൽ കണ്ടെത്തി. ആ മനുഷ്യൻ ഇങ്ങനെ ആടുമേച്ച് ജീവിക്കുകയാണ്. ഈസാ നബി ആ മനുഷ്യനോട് ചോദിച്ചു, അഫ്നൈത ഉംറക ഫിർ റഈ, ആടുമേച്ച് നിന്റെ ജീവിതം നീ തീർത്തു കളഞ്ഞല്ലോ മനുഷ്യ. വലൗ അഫ്നൈത ഫീ തഹ്സീലിൽ ഇൽമി, ഇൽമു പഠിക്കാനാ നീ നിന്റെ ആയുസ് ചെലവഴിച്ചിരുന്നതെങ്കിൽ ലകാന അഫ്ളല മിൻക ലക, നിനക്കതായിരുന്നുവല്ലോ ഏറ്റവും നല്ലത് എന്ന് ആടുമേക്കുന്ന ഒരു മനുഷ്യനോട് ഈസാ നബി പറഞ്ഞപ്പോ അയാൾ തിരിഞ്ഞു നിന്നു ഈസാ നബിയുടെ നേരെ. എന്നിട്ട് മഹാനായ ഈസാ നബിയോട് ആടുമേക്കുന്ന മനുഷ്യൻ പറഞ്ഞു, നബിയോരേ, ഞാൻ 6 അറിവ് പഠിച്ചിട്ടാണ് നബിയെ ഞാൻ ഈ നടക്കുന്നത്. 6 അറിവ് പഠിച്ചിട്ടാണ് ഞാൻ ഈ നടക്കുന്നത്. ആ അറിവനുസരിച്ചാണ് എന്റെ ജീവിതവും നബിയോരേ. ഇത് കേട്ടപ്പോൾ ഈസാ നബി ചോദിച്ചു, നീ പഠിച്ച 6 അറിവെന്ന് കേൾക്കട്ടെ. നല്ല ആവേശത്തോടെ, നല്ല ധൈര്യത്തോടുകൂടെ, ഞാൻ 6 അറിവ് പഠിച്ചിട്ടാണ് ഈ നടക്കുന്നത് എന്ന് പറഞ്ഞ ആടുമേക്കുന്ന മനുഷ്യനോട് നീ പഠിച്ച അറിവെന്ത് എന്ന് ചോദിച്ചപ്പോ അയാള് പറഞ്ഞ ഒന്നാമത്തെ അറിവ് നിങ്ങൾ കേട്ടുപഠിക്കണം. എന്തുണ്ടായിട്ടെന്താ? ലോകത്ത് മനുഷ്യൻ ആരായിട്ടെന്താ? പഠിക്കേണ്ട അറിവുകൾ ഒരു മനുഷ്യൻ പഠിച്ചില്ലെങ്കിൽ പിന്നെ സീറോയാ. ആടുമേക്കുന്ന മനുഷ്യൻ പറഞ്ഞത് ഹലാലു മൗജൂദാ ലാ ആകുലു ഹറാമാ. ആടുമേക്കുന്ന മനുഷ്യൻ ഈസാ നബിയോട് പറഞ്ഞു, ഈസാ നബിയേ,
തിന്നാനെമ്പാടും ഹലാലുണ്ട്, സമ്പാദിക്കാനെമ്പാടും ഹലാലുണ്ട്. എവിടെ നോക്കിയാലും ഹലാലിന്റെ രൂപത്തിൽ ജീവിക്കാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ ഹറാമ് തിന്നുന്നില്ല, ഹറാമന്റെ വയറ്റിലേക്ക് ഞാൻ വിടുന്നില്ല എന്ന് ഈസാ നബിയോട് ഈ മനുഷ്യന്റെ മറുപടി ആലോചിക്കണം നിങ്ങള്. ഒരു മനുഷ്യൻ ആരാണെന്ന് പറഞ്ഞിട്ട് എന്താ ഫലം? അയാൾ എത്ര കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് എന്താ ഫലം? അയാൾ മന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് എന്താ ഫലം? അയാൾ MLA ആണെന്ന് പറഞ്ഞിട്ട് എന്താ ഫലം? അയാൾ കളക്ടർ ആണെന്ന് പറഞ്ഞിട്ട് എന്താ ഫലം? ഹലാല് മാത്രമേ തിന്നാവൂ, ഹറാമ് തിന്നാൻ പാടില്ല എന്നൊരു വിവരം ഒരു മനുഷ്യനില്ലെങ്കിൽ പിന്നെ അവൻ സീറോ അല്ലേ? അവൻ എന്തിനു കൊള്ളാം? അവൻ ആരായി എന്ന് പറഞ്ഞിട്ട് എന്താ ഗുണം? അതുകൊണ്ട് ഹലാല് മാത്രം തിന്നുന്ന ഇത്തരം വിജ്ഞാനങ്ങളില്ലേ, അതൊക്കെ ഖുർആനിന്റെ വിജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞത് ഖൈറുകും മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആനും ഖുർആനിന്റെ വിജ്ഞാനവും പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും മുന്തിയവർ. അവരെ കവച്ചു വെക്കാൻ ഒരാളുമില്ല, എല്ലാവരും അവരുടെ പുറകിൽ നിന്നാ മതി, ആലിമീങ്ങളുടെ പുറകിൽ നിന്നാൽ മതി. ആലിമീങ്ങളുടെ പുറകിൽ നിന്ന് ഒരാൾ കുതിറി മാറി അവരുടെ മുന്നിൽ നടക്കാൻ തുനിഞ്ഞാൽ ഇവിടെ ഫാസിസം നടമാടും, ഇവിടെ ഫാസിസ്റ്റുകൾ ഭരണത്തിൽ വേറും. ഇവിടെ നമ്മൾ ആലോചിച്ചു നോക്ക്, രാജ്യത്ത് ഫാസിസം വരുന്നോ എന്ന് അലമുറയിടുമ്പോഴും എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. നാം വിളിച്ചു വരുത്തുന്നതാണ്, ക്ഷണിച്ചു വരുത്തുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതിന്റെ കാരണം എന്തെന്നറിയുമോ? ആലിമീങ്ങളിൽ നിന്ന് ശരിയായ വിധത്തിൽ ഖിയാമത്ത് നാളിന്റെ അടയാളം വിവരിക്കവേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് തന്നെ അടിവരയിട്ട് മനസ്സിലാക്കണ്ടേ. ഖിയാമത്ത് നാൾ വരുമ്പോ ഏറ്റവും പ്രധാനമായിട്ട് യഫിറൂന മിനൽ ഉലമാ, ഉലമാക്കളിൽ നിന്ന് ജനങ്ങൾ ഓടി മാറുന്ന ഒരു കാലം വരും. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ ആലിമീങ്ങൾ, ഫിഖ് അറിയുന്ന ആളുകൾ, ഫുഖഹാക്കള്, ദീനിന്റെ മതനിയമങ്ങൾ പറയുന്നവർ, അതനുസരിച്ച് പ്രഖ്യാപിക്കുന്നവർ. അവരിൽ നിന്ന് ജനങ്ങൾ ഓടി മാറും. അല്ലാതെ എല്ലാ കേൾക്കുന്ന പണ്ഡിതന്മാരിൽ നിന്നും ഓടി മാറും എന്നതിനർത്ഥമാക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് കണ്ടില്ലേ ഒരുപാട് ആളുകൾ ഒരുമിച്ച് തടിച്ചു കൂടുന്ന സംഭവം. അതൊക്കെ ഖിയാമത്ത് നാളിന്റെ ലക്ഷണം. അതൊക്കെ പറഞ്ഞുപോയ പല അർത്ഥത്തിലായിരിക്കും നമ്മിൽ പലരും ഉൾക്കൊള്ളുക. ഖിയാമത്ത് നാളിന്റെ അടയാളം വിവരിക്കുക അള്ളാന്റെ റസൂല് പറഞ്ഞത്, ആദ്യ തലമുറ എന്ന് പറയുന്നത് കസീറുൻ ഉലമാഉ, ആലിമീങ്ങൾ എമ്പാടുള്ള ഒരു സമൂഹമാണ്. ഖലീലുൻ ഖുതബാഉഹു, പ്രസംഗിക്കുന്നവർ കുറവാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഖലീലുൻ കസീറുൻ ഉലമാഉഹു, ഈ ഉമ്മത്തിന്റെ ആദ്യ തലമുറയുടെ ഏറ്റവും വലിയ സവിശേഷത ആലിമീങ്ങൾ നിറഞ്ഞു നിന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. ശരിയായ ആലിമീങ്ങൾ, നമ്മളൊക്കെ കേൾക്കുന്ന ഇക്കഴിഞ്ഞ നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ചു മരിച്ചുപോയ വലിയ വലിയ മഹാന്മാർ, അവരൊക്കെ ജീവിച്ചുപോയ ആലിമീങ്ങൾ നിറഞ്ഞു നിന്ന കാലം. പക്ഷേ പ്രഭാഷകർ കുറവായിരുന്നു, പ്രസംഗിക്കുന്നവരും പ്രഭാഷകരും കുറവാ. ഇനി ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് നബി തങ്ങൾ പറയുന്നത് വസയഅതി സമാനുൻ അലാ ഉമ്മത്തി, ഇനി എന്റെ ഉമ്മത്തിൽ ഒരു കാലം വരും, ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത കസീറുൻ ഖുതബാഉഹു, പ്രഭാഷകന്മാര് കൂടി വരും, പ്രഭാഷകന്മാര് കൂടുതലുണ്ടാകും. ഖലീലുൻ ഉലമാഉഹും, അവരുടെ ഉലമാക്കളും വളരെ കുറവായിരിക്കും. ശരിയായ ആലിമീങ്ങൾ കുറവാ. ഇന്ന് പേടിക്കുന്നതാണ് മുഅ്മിനീങ്ങളെ നിങ്ങൾ ആലോചിക്കും, ഒരുപാട് കോളേജുകൾ ഉണ്ടല്ലോ, ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് ഡിഗ്രിക്കാര്, ഒരുപാട് ആളുകളുണ്ടല്ലോ എന്ന് നിങ്ങൾ ആലോചിച്ച് സമാധാനിക്കുമ്പോഴും സത്യത്തിലെ ആലിമീങ്ങൾ, ശരിയായ ആലിമീങ്ങൾ അന്യം നിന്നു പോവുകയാണ്, കുറഞ്ഞു പോവുകയാണ്. അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇൽമു പഠിക്കുക, അത് പഠിപ്പിക്കുക. അവരുടെ പുറകിൽ സമൂഹം നിൽക്കണം, അല്ലാതെ രാഷ്ട്രീയക്കാരന്റെ പുറകിലല്ല. ഏതെങ്കിലും മത നേതാവ് എന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്യുന്ന ആളുകളുടെ പുറകിലില്ല. ഞാൻ പറഞ്ഞില്ലേ, പെരുമ്പാവൂർ സമ്മേളനത്തിൽ വെച്ച് ഒരാള് ഒരു ലജ്ജയുമില്ലാതെ പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിച്ചത്? നിങ്ങളൊക്കെ മിണ്ടരുത്, പേടിയോടെ ജീവിക്കണം. കാരണം ഇവിടെയുള്ള ഭൂരിപക്ഷം ഒന്നിച്ചു നിന്ന് മുള്ളിയാൽ ന്യൂനപക്ഷമാകുന്ന മുസ്ലിമീങ്ങളൊക്കെ അതിൽ ഒലിച്ചു പോകുന്ന, ഈ സമുദായത്തിന് ഊർജം കൊടുക്കേണ്ട, ഈ സമുദായത്തിന് ബോധമുണ്ടാക്കി കൊടുക്കേണ്ട ആളുകൾ തന്നെയാണ് നമ്മെ പേടിപ്പിക്കുന്നത് എന്നോർക്കുമ്പോ മറുപടി പറയാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇൽമു പഠിക്കുന്നവരാണ്,
കണ്ടില്ലേ നമ്മുടെ ഒക്കെ മക്കള് പല വിധത്തിലുള്ള സുഖങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഒക്കെ അനുഭവിച്ച് ജീവിക്കുമ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലാഹു തആലാന്റെ ദീന് പഠിക്കാൻ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ മുത്തഅല്ലിമീങ്ങൾ വരുന്നത് ഇന്നൊരു അത്ഭുതമല്ലേ സഹോദര, ഇന്നൊരു അത്ഭുതമല്ലേ ഉമ്മമാരെ? നിങ്ങൾ ആലോചിക്കണം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, പെട്ടെന്ന് മനസ്സിലോർമ്മ വന്ന ഒരു സംഭവമാണ്. ഒരാള് അദ്ദേഹം ഏത് സമയത്തും പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യൻ, പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന മനുഷ്യനോട് നബി ചോദിച്ചു, എന്താ നിന്റെ പരിപാടി, എന്താ നിന്റെ പരിപാടി? അപ്പൊ അയാള് പറഞ്ഞു, ഞാൻ നിസ്കരിക്കും, ഞാൻ നോമ്പൊടിക്കും, ഞാൻ ദിക്റൊക്കെ ചൊല്ലി ഇവിടെ ഇങ്ങനെ ഇരിക്കലാണ് എന്റെ പരിപാടി. അപ്പോ മഹാനവര് ചോദിച്ചു, എങ്ങനെ അന്നം തിന്നണ്ടേ, തിന്നും കുടിക്കും ചെയ്യണ്ടേ, എന്താ നിന്റെ ഉജീനം? അപ്പോ മൂപ്പര് പറഞ്ഞു, എന്റെ സഹോദരൻ എനിക്ക് ചെലവിന് തരുന്നുണ്ട്. അപ്പോ നബി പറഞ്ഞു, അഖൂക ഖൈറും മിൻക, നിന്നേക്കാൾ ഖൈറ്, നിന്നേക്കാൾ മുന്തിയവൻ ആ പണിയെടുത്ത് ജീവിക്കുന്ന നിനക്ക് ചെലവിന് തരുന്ന നിന്റെ സഹോദരനാകുന്നു എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ ഓർക്കുകയാണ്. പറഞ്ഞു വരുന്നത്, ഇവിടെയുള്ള മുത്തഅല്ലിമീങ്ങള് അവരുടെ റിസ്ഖും അവരുടെ ഭക്ഷണവും എല്ലാം നോക്കി നടത്തി അവർക്ക് വേണ്ടി ദീൻ ഇവിടെ നിലനിൽക്കണ്ടേ കൂട്ടരെ, ഒരു കൂട്ടരിവിടെ വേണ്ടേ, അത് നിലനിർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച് അവർക്ക് വേണ്ടി അന്നമുണ്ടാക്കുന്ന, അവർക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് ഖൈറ് എന്ന് ഞാനൊരു സമാധാനത്തിന് വേണ്ടി പറയട്ടെ. അതുകൊണ്ട് നമ്മുടെ ദീൻ ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ട് മക്കളെ നല്ലതുപോലെ പഠിപ്പിക്കണം, ദർസൊക്കെ നല്ലതുപോലെ ഉണ്ടാക്കണം. രണ്ടാമത് ഞാൻ പഠിപ്പിക്കട്ടെ, ഇതൊക്കെ ഒരുപാട് നമ്മൾ വാഴ കേട്ട് മറന്നുപോയതാ. വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കണം. ഒരു വഴിയും തടസ്സപ്പെടുത്തണ്ട, ഒരു വഴിയും തടസ്സപ്പെടുത്തണ്ട. അത് എന്തിന്റെ പേരിലാണെങ്കിലും വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള, മുസ്ലിമീങ്ങൾ സഞ്ചരിക്കുന്ന വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരിടപാടും നമ്മുടെ ദീൻ അനുവദിക്കൂല. ഏത് രാഷ്ട്രീയക്കാരന്റെ, ഏത് മതവിഭാഗത്തിന്റേതാണെങ്കിലും പൊതുവഴിയും മുസ്ലിമീങ്ങൾ സഞ്ചരിക്കുന്ന വഴിയും ബ്ലോക്കാക്കുന്ന ഒരിടപാട് നമ്മുടെ ദീനിൽ പാടില്ല. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊള്ളണം. രാഷ്ട്രീയക്കാരൊക്കെ പ്രത്യേകിച്ച് എത്ര മണിക്കൂറുകളാ റോഡിന്റെ സൈഡിൽ നമ്മൾ വാഹനം നിർത്തിയിട്ട് ബ്ലോക്ക് മാറാൻ വേണ്ടി, പ്രകടനത്തിന്റെ ബ്ലോക്ക് മാറാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു കൊള്ളണം. മൂന്നാമത്തെ ഉപദേശം ഞാൻ വേഗം പറയുകയാണ്, ലാ യദ്ഖുലുൽ ജന്നത നമ്മാ, ഏഷണി കൂട്ടി പറഞ്ഞു നടക്കുന്നവരൊന്നും സ്വർഗത്തിൽ കിടക്കൂല. ശഫീഉനാ റസൂലുള്ളാഹി, ഏഷണി കൂട്ടിക്കൊണ്ട് നടക്കുന്നവരൊന്നും സ്വർഗത്തിൽ കടക്കൂല. ഇത്തരം നുറുങ്ങുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന നബിദിനത്തിന്റെ ഈ പരിപാടിയുടെ സമ്മാനം. ഏഷണി കൂട്ടി നടക്കുന്നവർ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. അതുപോലെ തന്നെ മല്ലം യശ്കുരിന്നാസ് ലം യശ്കുരില്ലാഹ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവർ അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നവനാവില്ല. ഇത് ഈ വിഷയത്തിൽ നമ്മൾ വളരെ പരാജയമാണ്. മനുഷ്യന്മാരോടൊരു നന്ദി എന്ന് പറയുന്ന ഒന്നില്ലേ? നമ്മളെ സഹായിക്കുന്നവരോടൊരു നന്ദി, ഒരു നന്ദി വാക്ക് പറയുക, ഒരു നന്ദി, ഇത് എവിടെയുമില്ല. നന്ദി കേടിന്റെ ലോകമാണ് ഇന്നത്തെ ലോകം. എല്ലാ മേഖലയിലും വോട്ടൊക്കെ കൊടുക്കുന്നത് വരെ കൂടെ നിൽക്കും, വോട്ട് കഴിഞ്ഞാൽ പിന്നെ നന്ദി കേട് കാണിക്കും. പാലം കടക്കുവോളം രാമായണ, പാലം കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്നത് പോലെയാണ് ഇന്നത്തെ അവസ്ഥ. നന്ദി കേട് കാണിക്കുന്നവരായി മാറി, ജനങ്ങളോട് നന്ദി കേട് കാണിക്കും. ഒരു മനുഷ്യൻ ഒരു സേവനം ചെയ്താൽ, ഒരു നന്മ ചെയ്താൽ, ആ നന്മ ചെയ്തതിന് ഒരു പ്രത്യുപകാരം വാക്കുകൊണ്ടെങ്കിലും തിരിച്ചു കൊടുക്കാൻ, ഒരു നന്ദി വാക്കെങ്കിലും പറയാൻ നമുക്ക് സാധിക്കണം. അൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖ, നല്ല വാചകം സ്വദഖയാണ്. ഒരാളെ നല്ലൊരു സംഗതി ചെയ്താൽ അയാളെ ഒന്ന് പ്രശംസിക്കാം. നമ്മൾ ന്യൂനത മാത്രമാണ് കാണുന്നത്, കേട് മാത്രമേ നമ്മൾ കാണൂ, നന്മ ഒരാളുടേതും കാണൂല. ഉദാഹരണത്തിന്, നമ്മുടെ മക്കൾ സ്കൂളിലൊക്കെ പരീക്ഷ കഴിഞ്ഞു വന്നാൽ 50 മാർക്ക് ലഭിക്കാത്ത നമ്മുടെ കുട്ടികൾ 45 മാർക്ക് വാങ്ങി വന്നാൽ, ആ 45 മാർക്ക് വാങ്ങി വന്ന കുട്ടികളോട് നഷ്ടപ്പെട്ടു പോയ വാങ്ങാത്ത 5 മാർക്കിനെ സംബന്ധിച്ചാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ലഭിച്ച 45 മാർക്കിനെ കുറിച്ചല്ല. ഇത് ഉമ്മമാര്, വാപ്പമാര്, പിതാക്കന്മാര് ശ്രദ്ധിക്കണം. മക്കൾ വാങ്ങിക്കൊണ്ടുവരുന്ന 45, അത് അവർ അധ്വാനിച്ച് വാങ്ങിക്കൊണ്ടുവരുന്ന 45 ആണ്. 5 പോയിട്ടുള്ളൂ.
പക്ഷേ ഒരൊറ്റ രക്ഷിതാവും നഷ്ടപ്പെട്ടു പോയ നേടിയെടുത്ത 45 സംബന്ധിച്ച് സംസാരിക്കാതെ നഷ്ടപ്പെട്ടു പോയ 5 കുറിച്ചല്ലേ സംസാരിക്കുന്നത്. അവിടെ എന്താണ് നമ്മുടെ മാതൃക? ആ കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് 45 വാങ്ങിയല്ലോ, മനോഹരമായി, നന്നായി, ബാക്കിയുള്ള 5 പിന്നെ അടുത്ത പരീക്ഷയിൽ വാങ്ങാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടതിന് പകരം നഷ്ടപ്പെട്ടു പോയ ഒരു മാർക്കിന് വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന അമ്മമാരുള്ള കാലമാ. ഈ അടുത്ത് എന്റെ സുഹൃത്ത് പറഞ്ഞ ഒരു കഥ കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരു സംഭവമുണ്ട്. ഈ റബീഉൽ അവ്വലിലാണ് ഒരു മഹല്ലിലെ പരിപാടി നടക്കുകയാണ്. ഒരു കുട്ടി മനോഹരമായി സ്റ്റേജിന്റെ മുന്നിൽ വന്ന്, മൈക്കിന്റെ മുന്നിൽ വന്ന് മനോഹരമായി നബിയെ സംബന്ധിച്ച് പ്രസംഗിച്ചിട്ട് ആ കുട്ടി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി സദസ്സിൽ ചെന്നിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽ നടന്ന അനുഭവം അദ്ദേഹം വിളിച്ചു പറഞ്ഞതാണ്. അയാൾ ചെന്ന് ഒരു വയസ്സായ മനുഷ്യന്റെ അരികിലത്തുള്ള കസേരയിലാണ് ഇരുന്നത്. ഇരുന്നപ്പോ ആ പ്രായം ചെന്ന മനുഷ്യനെ പിഞ്ചോമന മകനോട് നബിയെ സംബന്ധിച്ച് വഅദ് പറഞ്ഞ് സ്റ്റേജ് സദസ്സിലേക്ക് ഇറങ്ങി വന്ന മകനോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? പരിസരത്തിരുന്ന ആളുകൾ കേൾക്കുമാർ ഇയാൾ പറയുകയാണ്, ബാപ്പ കള്ളൂടിയനാണ്, ബാപ്പ കള്ളുകൂടിയൻ. ആ കൊച്ചിന്റെ വാപ്പ കള്ളു കുടിക്കുന്ന മനുഷ്യനാണ്. കള്ളു കുടിക്കുന്ന ഒരു വാപ്പാന്റെ മോനാണെങ്കിലും പ്രസംഗം തരക്കേടില്ലായിരുന്നു. നല്ലതുപോലെ പ്രസംഗിച്ചു വന്ന ഒരു കുട്ടിയോട് ആ സദസ്സിലുള്ള മുതിർന്ന ഒരാൾ പറഞ്ഞ കമന്റാണ്, ബാപ്പ കള്ളൂടിയനാണെങ്കിലും പറയേണ്ടത് അങ്ങനെയല്ലല്ലോ മോനെ, ആയി നല്ല പ്രസംഗായി, നീ വേറൊന്നും ഓർത്ത് ദുഃഖിക്കണ്ടെന്നല്ലേ പറയണ്ടേ എന്ന് പറഞ്ഞ വാപ്പാനെ ഓർത്ത് നീ വിഷമിക്കണ്ട, നിനക്ക് വാപ്പാനെ നന്നാക്കാൻ കഴിയും എന്നല്ലേ ഇദ്ദേഹം പറയേണ്ടത്. തിന്മയല്ലാതെ കാണൂല. ഒരു മനുഷ്യന്റെയും നന്മ വായിച്ചെടുക്കാനുള്ള മനസ്സില്ലാതെ പോയി ഒരു സ്ഥലത്തുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന നന്മകളൊക്കെയും മറക്കും. ഒരു പള്ളിയിൽ ഒരു ഇമാമ് 10 വർഷക്കാലം ജോലി നോക്കി വളരെ മനോഹരമായി മഹല്ലിനെ നയിച്ച് വേണ്ട രൂപത്തിൽ കൈപിടിച്ച് ഉയർന്നെൽപ്പിച്ച് എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു ജമാഅത്തിനെങ്ങാനും അദ്ദേഹം വരാതിരിക്കുകയോ വല്ല സല്ലത്തും സംഭവിച്ചു പോവുകയോ ചെയ്താൽ നീണ്ട 10 വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ സേവനത്തെ പുറംകാല കൊണ്ട് തട്ടിക്കളയുന്ന ഒരു മനുഷ്യ പ്രകൃതിയാണ്, ഒരു സ്വഭാവമാണെന്ന് നമ്മുടെ ഇടയിലുള്ളത്. ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഒരു മനുഷ്യനൊന്ന് പ്രസംഗിച്ച കൊള്ളാം, ഒരു പരിപാടി നടത്തിയാൽ നന്നായി, അല്ലെങ്കിൽ ഒരു നല്ല വസ്ത്രം ധരിച്ചാൽ കൊള്ളാം, നല്ല വസ്ത്രം, ഒരു നല്ല വാക്ക് വരാം, നിന്റെ സമീപനം നല്ലത്. നല്ല വാക്ക് പറയാൻ, നല്ല പെരുമാറ്റമുണ്ടാകാൻ നാം വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാന്റെ റസൂല് പിന്നെ പറയുന്ന വേണ്ട, നീ ഒരിക്കലും ദേഷ്യപ്പെടണ്ട, വലക്കൽ ജന്ന, നിനക്കുണ്ട് സ്വർഗം. ഒരൊറ്റ ഡിമാൻഡാണ്, ദേഷ്യപ്പെടണ്ട, നിനക്ക് സ്വർഗമുണ്ട്. ദേഷ്യപ്പെടണ്ട, നിനക്ക് സ്വർഗമുണ്ട്. ഇത് നിങ്ങള് നിസാര കാര്യത്തിനൊക്കെ നമ്മൾ എത്രയാ ദേഷ്യപ്പെടുക, എത്രയാ നമ്മൾ ചീത്ത പറയുക, എന്തെല്ലാം ബഹളമാണ് ഉണ്ടാക്കുക. ചുരുക്കട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഹദീസ് ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. നിങ്ങൾ ദേഷ്യപ്പെടണ്ട. ഇരിക്കുന്ന പുരുഷന്മാര് വീട്ടിൽ ചെന്ന് ഭാര്യ മക്കളോട് ദേഷ്യപ്പെടണ്ട. ഇരിക്കുന്ന ഉമ്മമാര് വീട്ടിൽ ചെന്ന് മക്കളോടും ഭർത്താവിനോടും ദേഷ്യപ്പെടണ്ട. ദേഷ്യപ്പെടാതിരുന്നാൽ വലക്കൽ ജന്ന, നിനക്ക് തരാം സ്വർഗം. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കേ, ഒന്ന് ചിരിക്കേ, നീ അതൊരു സ്വതക്കയാണ്. കോടികൾക്ക് വിലമതിക്കും. നീ നിന്റെ സഹോദരനെ കാണുമ്പോ ഒന്ന് ചിരിക്ക്. ചില ആളുകൾക്ക് ചിരിക്കാനൊരു മടിയാണ്. മുഖം വീർപ്പിച്ച് ചിരിച്ചാൽ എല്ലാം അങ്ങോട്ട് ഇടിഞ്ഞു വീണിഞ്ഞു പോകും, എല്ലാം നഷ്ടപ്പെട്ടു പോകും. താൻ കെട്ടിപ്പടുത്തുയർത്തിയ വലിയ ചീട്ടുകൊട്ടാരം പോലുള്ള ഒരു മാന്യതയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകും എന്ന് കരുതി ചിരിക്കാതെ വീർപ്പടക്കി പിടിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവന് വേഗം അറ്റാക്ക് വന്ന് മരിച്ചും പോവാണ്. നല്ലതുപോലെ ചിരിക്കണം. നല്ലതുപോലെ ഒന്ന് മുസ്ലിമിന്റെ മുഖത്ത് നോക്കി ചിരിക്കുക. ആ ചിരിക്കൊരു മാനുണ്ട്. അത് മുഖേന നിന്റെ സഹോദരന്റെ കൽബിലേക്ക് അവന്റെ കൽബിലേക്ക് സന്തോഷം ഇട്ടുകൊടുക്കുക എന്നതാണ് നീ ചെയ്യുന്ന ധർമ്മം. അത് വലിയ ധർമ്മമാകുന്നു, സ്വതക്കയാകുന്നു. അതുകൊണ്ട് ചിരിച്ചോളൂ നല്ലതുപോലെ. നല്ലതുപോലെ ചിരിക്കുക എന്ന് പറഞ്ഞാൽ കൊക്കി കൊക്കി ചിരിക്കുക എന്നല്ല, തബസ്സുമുക, നിന്റെ പുഞ്ചിരി. ആ പുഞ്ചിരി എന്ന് പറഞ്ഞ് കണ്ണീർ കണത്തെ കരളിങ്കൽ നിന്നും ചുംബിച്ചെടുക്കും മൃദുലാധരോട്ടം, കത്തിച്ചൊലിക്കും കടുസാഹസത്തിൻ തണുപ്പ് തൂകും മൃദുമന്ദഹാസം.
ഒരു ചിരിക്ക് വലിയ പ്രതിഫലനമാണ്. ഏത് ക്രൂരന്റെയും മുന്നിൽ ഒരൊറ്റ പുഞ്ചിരി കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് പുഞ്ചിരി വിടരട്ടെ എന്റെയും നിങ്ങളുടെയും മുഖങ്ങളില്. അർറഹിമൂന യർഹമുർ റഹ്മാൻ, അർറഹിമൂന യർഹമുഹുർ റഹ്മാൻ. നിങ്ങൾക്ക് കരുണയുണ്ടോ? നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് കൃപയുണ്ടോ? യജമാനനായ ആ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങൾക്ക് കരുണയില്ലേ? യജമാനന്റെ കരുണ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. നിങ്ങളുടെ മനസ്സ് നല്ലതല്ലേ? നല്ല ഒരു സമീപനം യജമാനൻ നിങ്ങൾക്ക് തരൂല. അതുകൊണ്ട് മനുഷ്യന്മാരോട് കൃപ വേണം. എന്ത് കൃപയാണ്! ഒരാൾക്ക് വല്ലതും പറ്റിയാൽ പടച്ചോനെ എന്നറിയാതെ വിളിച്ചു പോകണം. ഇതാണ് മുഅ്മിനീങ്ങളുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഇസ്രയേലില് അവിടെയുള്ള സൈനിസ്റ്റുകൾ ബോംബിട്ടിട്ടും വെടിയുതിർത്തിട്ടും പാവപ്പെട്ട പിഞ്ചോമന മക്കളുടെ നെഞ്ചകം തകർത്ത് അത് തുളഞ്ഞു കയറി അങ്ങോട്ട് പോകുമ്പോ അത് സ്വന്തം നെഞ്ചിലേക്കാണ് ആ വെടി ഉയർത്തത് എന്ന് ഒരാർത്ഥനാദം പോലെ ഉയർന്നു പൊങ്ങുമ്പോഴാ ഞാനും നിങ്ങളും ഒരു ശരിയായ മുസ്ലിമായി വരുന്നത്. അത് ബീഹാറിലല്ലേ? അത് ഗുജറാത്തിലല്ലേ? അത് ഇസ്രയേലിലല്ലേ? അത് ഈജിപ്തിലല്ലേ? എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സംഗ ഭാവത്തിൽ നിൽക്കുകയല്ല പടച്ചോനെ. അവിടെ കൊല്ലപ്പെട്ടത് എന്റെ മകളാണല്ലോ, അവിടെ കൊല്ലപ്പെട്ടത് എന്റെ ഉമ്മയാണല്ലോ, അവിടെ കൊല്ലപ്പെട്ടത് എന്റെ സഹോദരിയാണല്ലോ എന്ന ആ മനസ്സിലേക്ക് വളരുമ്പോൾ മാത്രമാ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിൽ കരുണയുള്ളവർക്കാണത് സാധിക്കുക. അതുകൊണ്ട് കരുണാർദ്രമായി തന്നെ നിങ്ങൾ ജീവിച്ചോളൂ. അല്ലാഹുവിന്റെ കരുണ നിങ്ങൾക്ക് ലഭിക്കും. ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ ആരാണ് പ്രയോജനമുള്ളവർ? മുന്തിയവരാരാ? അവനോന്റെ കാര്യം നോക്കി നോമ്പൊടിച്ച് നിസ്കരിച്ച് ഹജ്ജ് ചെയ്ത് അവനോനെയും അവനോന്റെ കെട്ടിയോളെയും മക്കളോ നോക്കി മാത്രം ജീവിക്കുന്നവനല്ല. ചില ആളുകളുണ്ട്, നാട്ടുകാർക്ക് ഒരു പ്രയോജനമില്ല, എന്നാ ഒരു ഉപദ്രവവും ഇല്ല. അപ്പൊ നമ്മൾ വിചാരിക്കും കൊള്ളാം, അവനെ കൊണ്ടൊരു ഉപദ്രവവും ഇല്ല, ഒരു ഹൈറും ഇല്ല, ഷറും ഇല്ല. അവൻ നിസ്കരിച്ച് അവൻ നോമ്പൊടിച്ച് അവൻ അവനോന്റെ കാര്യം നോക്കി നിന്ന് അവന്റെ വീട് പണിത് അവന്റെ പറമ്പിൽ പണിത് ഒരു നിലയ്ക്ക് ഇന്നത്തെ കാലത്ത് അത് വലിയ ഹൈറ് തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളല്ല ഏറ്റവും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റവും പ്രയോജനമുള്ളവെന്ന് പറഞ്ഞ പൊതുപ്രവർത്തനം നടത്തുന്നവർക്കാ. നാട്ടിലേക്ക് ഇറങ്ങണം, എന്നിട്ട് മരുന്നില്ലാത്തവന് മരുന്ന് മേടിച്ചു കൊടുക്കണം. ഒരുപാട് വീടില്ലാത്തവരുണ്ട്, വീട് വെച്ചു കൊടുക്കണം. അതുപോലെ തന്നെ രോഗികളുണ്ട്, അവർക്ക് വേണ്ട മരുന്നിന്റെ പണം കൊടുക്കണം. ശസ്ത്രക്രിയക്ക് ഡോക്ടർമാര് കുറിച്ചു കൊടുത്തവരുണ്ട്, വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കണം. ഇതൊക്കെ ചെയ്യുന്ന, അതിനുവേണ്ടി ഓടുന്ന, പരിശ്രമിക്കുന്ന ആളുകളാണ് അല്ലാഹുവിന്റെ മുന്നിൽ മുന്തിയവർ. അതുപോലെ തന്നെ അൽ ജന്നത്തു നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം എവിടെയാണ് എന്ന് തേടി നടക്കേണ്ട നിങ്ങള്, സ്വർഗം എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കേണ്ട നിങ്ങള്, അത് ഉമ്മാന്റെ കാൽ കീഴിൽ തന്നെ നോക്കിയാൽ മതി. ഞാൻ അടുത്ത കാലത്ത് വായിച്ച രസകരമായ ഒരു കഥയുണ്ട്. കേരളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു നോവലിന്റെ പേര് വെളിച്ചമെന്നാ. അത് എഴുതിയത് ശിവാനന്ദൻ എന്ന എഴുത്തുകാരനാ. ആ ശിവാനന്ദൻ എന്ന ഒരു ഹിന്ദു സഹോദരൻ എഴുതിയ നോവലിന് വെളിച്ചം എന്ന് പേര് കൊടുക്കാനുള്ള കാരണം അയാള് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ എഴുതിയത് വായിച്ചു നോർക്കുകയാ. അയാൾ താമസിച്ചിരുന്നത് തലശ്ശേരിയിൽ ഒരു മുസ്ലിം വീട്ടിൽ വാടകയ്ക്കായിരുന്നു. ആ വാടകയ്ക്ക് താമസിക്കുന്നതിന്റെ വീടിന്റെ ഓപ്പോസിറ്റില് ആ വീട്ടുകാര് താമസിച്ചിരുന്നു. ആ വീട്ടിലെ 3 കുട്ടികളാണ് മദ്രസയിൽ പോകുന്ന കുട്ടികൾ. ഒരു ദിവസം അദ്ദേഹം പൂമുഖത്തിരുന്ന് നോവൽ എഴുതവേ അവരെന്തോ വന്നു 3 പേരും ഒരേ ശബ്ദത്തിൽ ഉറക്കച്ചില്ല്. പെട്ടെന്ന് കരണ്ട് വന്നു. ശിവാനന്ദൻ മനസ്സിലോർക്കുകയാണ്, ആ കുട്ടികൾ ഇപ്പോൾ ചൊല്ലിയത് ഏതോ ഒരു പ്രകാശം ഉൾക്കൊള്ളുന്ന ഒരു നൂറായിരുന്നു, പ്രകാശമായിരുന്നു, അതിന്റെ വാചകമായിരുന്നു. അതാ കരണ്ട് വന്നത്. പിറ്റേന്ന് നേരം വെളുത്ത് അദ്ദേഹം എഴുതാതിരുന്നപ്പോ ഈ 3 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾ ഓടി ഇദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്തെത്തി. അയാള് കുട്ടികളെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ അതിന്റെ മറുപടി പറയുമോ? മക്കള് പറഞ്ഞു, പറയാം. നിങ്ങളുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ മറ്റു നിസ്കാരങ്ങൾക്കില്ലാത്ത ഒരു വാചകം രാവിലത്തെ സുബഹി നമസ്കാരത്തിന് രാവിലത്തെ ആ ബാങ്കിൽ വിളിച്ചു പറയുന്നുണ്ട്. എന്താണ് ആ വാചകം? നിങ്ങൾ പറയാമോ? മുതിർന്ന കുട്ടി പറഞ്ഞു, എനിക്കറിയാം. ശിവാനന്ദൻ പറഞ്ഞു, പറയൂ നിങ്ങൾ. അസ്സലാത്തു ഖൈറും മിനൻ നൗം.
ഇതാണ് ആ വിളിച്ചു പറയുന്നത്. എന്താണ് മോളെ അതിന്റെ അർത്ഥം? ഉറക്കത്തേക്കാൾ മുന്തിയതാണ് നിസ്കാരം, ഉറക്കിനേക്കാൾ നല്ലതാണ് നമസ്കാരം, പ്രാർത്ഥന. ഉറക്കത്തേക്കാൾ മുന്തിയതാണ് പ്രാർത്ഥന. ഈ വാചകം കേട്ടപ്പോ ശിവാനന്ദന്റെ മനസ്സിൽ വീണ്ടും ഒരു വെള്ളിടി വെട്ടി. പടച്ചോൻ എന്തായി പറയുന്നത്? ഉറക്കിനേക്കാൾ മുന്തിയത് പ്രാർത്ഥനയാ എന്ന് മഹത്തരമായ വാചകമാ. ചോദ്യത്തിന്റെ മറുപടി കേട്ട് ആശ്വസിച്ച് നിൽക്കവേ ആ മുതിർന്ന പെൺകുട്ടി തിരിച്ചു ചോദിച്ചു, ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയുമോ? ശിവാനന്ദൻ പറഞ്ഞു, പറയാം. ആ പെൺകുട്ടി ചോദിച്ച ചോദ്യം ഏതാ? എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, നിങ്ങൾ മനസ്സിലാക്കണം. ആ പെൺകുട്ടി ശിവാനന്ദനോട് ചോദിച്ചത് സ്വർഗം എവിടെയാണ്, എവിടെയാ സ്വർഗം? ശിവാനന്ദൻ ഒന്ന് ഞെട്ടി മറുപടി പറഞ്ഞു, ആകാശത്തില് അല്ല, ഭൂമിയില് അല്ല, അന്തരീക്ഷത്തില് അല്ലേ അല്ല. ഏത് മറുപടി പറഞ്ഞിട്ടും ഈ പെൺകുട്ടി സമ്മതിക്കുന്നില്ല. അവസാനം തോറ്റു കഴിഞ്ഞപ്പോ ശിവാനന്ദൻ പറഞ്ഞു, ഞാൻ ചൊല്ലിട്ടു, ഇനി നീ പറ. ആ പെൺകുട്ടി കുണുങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വർഗം ഉമ്മയുടെ കാൽക്കീഴിലാ, സ്വർഗം ഉമ്മയുടെ കാൽക്കീഴിലാ, സ്വർഗം ഉമ്മയുടെ കാൽക്കീഴിലാ. ഇത് കണ്ട് കണ്ണ് നിറഞ്ഞുപോയി ശിവാനന്ദന്റെ. താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലിന്റെ ഇടയിലാണ് 3 വെളിച്ചം. ഒന്ന് കറണ്ട് പോയപ്പോൾ വന്ന സ്വലാത്തിന്റെ വെളിച്ചം. അവർ ചൊല്ലിയത് സ്വലാത്താ. നമ്മൾ പണ്ട് മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ രാത്രി കറണ്ട് പോയാ എല്ലാവരും ഒന്നിച്ച് സ്വലാത്ത് ചെല്ലും. എവിടുന്നാ കറണ്ട് വരുന്നതെന്ന് അറിയില്ല. ഇദ്ദേഹം വിചാരിച്ചത് ആ വാക്കുകൊണ്ട് കറണ്ട് വന്നൂന്നാ. ആയിക്കോട്ടെ, 3 വെളിച്ചമാണ് മക്കളിൽ നിന്ന് കിട്ടിയത്. രണ്ടാമത്തെ വെളിച്ചം ഉറക്കിനേക്കാൾ നല്ലതാണ് പ്രാർത്ഥന. മൂന്നാമത്തതോ അതൊരു വെള്ളി വെളിച്ചമാണ്, സ്വർഗം ഉമ്മയുടെ കാൽക്കീഴിലാ. ആ 3 കാരണങ്ങൾ കൊണ്ട് തന്റെ ഈ നോവലിന് വെളിച്ചം എന്ന് പേരിട്ടു ശിവാനന്ദന്റെ നോവലിസ്റ്റ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ താക്കോല് നോക്കി നടക്കണ്ട, സ്വർഗത്തിന്റെ കവാടം അന്വേഷിച്ച് നടക്കണ്ട. വീട്ടിൽ ചെന്നിട്ട് ഉമ്മയുടെ കാൽക്കീഴിലേക്ക് നോക്ക്, അവിടെയുണ്ട് സ്വർഗത്തിന്റെ താക്കോൽ. ആ കാൽക്കീഴിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ താക്കോല് കിട്ടാനില്ല. അതുകൊണ്ട് സൂക്ഷിച്ചോ ഉമ്മമാരെ. ഇങ്ങനെ ഓരോന്നും എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട്, ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ, റബീഉൽ അവ്വലിന്റെ ഒരു 10-12 വർഷക്കാലം നടത്തി വന്ന റബീഉൽ അവ്വലിന്റെ മുഴുവൻ പരിപാടികളും നമ്മൾ നടത്തിയത് ആരാണ് നബി എന്ന് പഠിപ്പിക്കാനാ, നബിയുടെ റാത്ത് എന്ന് പഠിപ്പിക്കാനാ, നബി എന്നാണ് ഉത്ഭവം എന്ന് പഠിപ്പിക്കാനാ, നബിയുടെ നുബുവത്ത് എന്ന് തുടങ്ങി എന്ന് പഠിപ്പിക്കാനാ. നബിയുടെ തുപ്പുനീരിന്റെയും നബിയുടെ കണ്ണുനീരിന്റെയും നബിയുടെ ചോരയുടെയും നബിയുടെ മൂത്രത്തിന്റെയും നബിയുടെ വിയർപ്പിന്റെയും ഒക്കെ മഹത്വങ്ങൾ ലോകത്തിന് പഠിപ്പിക്കാനാ നീണ്ട 10-15 വർഷക്കാലം മെനക്കെട്ട് തന്നെ കേരളീയ സമൂഹത്തിൽ പ്രവർത്തിച്ചു. ഇപ്പോഴും ഈ വർഷവും കേരള സുന്നി ജമാഅത്ത് പോലെയുള്ള പരിപാടികൾ നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും തിരുനബി ഹൃദയ വെളിച്ചമെന്ന ആ വെളിച്ചത്തെ സംബന്ധിച്ചാണ് റബീഉൽ അവ്വലിന്റെ ക്യാമ്പിൽ. ആ വെളിച്ചം നമ്മുടെ കേരളത്തിൽ മുഴുവനും പരന്നൊഴുകുകയാണ് മുഅ്മിനീങ്ങളുടെ മനസ്സിൽ. ഇതൊക്കെ അറിയാതിരുന്ന ഒരു തലമുറ ഇത് അറിഞ്ഞു പോയപ്പോഴാണ് ഇതിന്റെ ഗൗരവം തിരിഞ്ഞു പോയത്. അതിന്റെ പരിശ്രമത്തിലാണ് നമ്മുടെ ഉലമാക്കളും നമ്മുടെ നേതാക്കളും ഒക്കെയും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അങ്ങനെയുള്ള ഒരു നബിയെ അടുത്തു മനസ്സിലാക്കിയപ്പോൾ ആ നബിയുടെ ചില സതുപദേശങ്ങൾ കൂടെ നമ്മുടെ മനസ്സിലിരിക്കട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഞാനിത് ഇത്ര നീട്ടി പറയാൻ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ വർഷം വല്ലാതെ മനസ്സും നൊന്തുപോയ ഒരു വർഷമാണ് ഇവിടെ വന്നത്. അന്ന് മഹാനായ മൗലാന വളരെ വിഷമിച്ച് യാത്ര ചെയ്ത് ഇവിടെ വന്ന് ലേശം പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ആ പ്രസംഗം ഞങ്ങള് മൗലാനയുടെ പ്രസംഗം കേൾക്കണം എന്ന് കരുതി ഞങ്ങള് വേഗം പ്രസംഗം അവസാനിപ്പിച്ചു. അതിന്റെ സങ്കടം, അതിന് പിന്നെ ഒരുപാട് വിഷമിച്ച് ഒരുപാട് നേരം പ്രസംഗിക്കുകയും ചെയ്തു. നിരന്തരമായ പ്രസംഗങ്ങളും യാത്രകളും. ഇതിന്റെ ഇടയില് അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഒരു സങ്കടം നീണ്ട 1 വർഷക്കാലം മനസ്സിൽ കൊണ്ടുപോയി നടക്കുകയായിരുന്നു. ഇന്നിപ്പോ അതാ ചോദിച്ചത്, എത്ര വേണമെങ്കിലും അവിടുന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പ്രസംഗിക്കാം എന്ന നിയ്യത്തിൽ തന്നെയാണ് നിന്നത്. പക്ഷെ അത് മാത്രം പോരല്ലോ, നമുക്ക് മൗലാനയെ കേൾക്കണം, നമുക്ക് ആ ദുആയിൽ പങ്കെടുക്കണം. മറ്റു പലരും ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതൊക്കെ പകർത്താനും അതൊക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അങ്ങനെ ഒരു മാറ്റം നമ്മിൽ വരാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ദീനിന്റെ സംരംഭങ്ങളെ സഹായിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, ഒപ്പം നിൽക്കുന്ന
എല്ലാവർക്കും എല്ലാ ഖൈറുണ്ടാവാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും എല്ലാവരും ദുആ ചെയ്യണം. ആ കൂട്ടത്തിൽ ഞാനൊന്ന് പറയട്ടെ, ഡിസംബർ 8-ാം തീയതി അടുത്ത മാസം 8-ാം തീയതി നമ്മുടെ മിൻഹാജു സുന്നയിലും സ്വലാത്തിന്റെ വാർഷികമാണ്. നിങ്ങളെല്ലാവരും ഇവിടുന്ന് ഇതുപോലെ അവിടെ വന്ന് അവിടെയും കൂടി അതും ഒന്ന് റാഹത്താക്കി തരണമെന്ന് വളരെ വിനയത്തോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആയിരുന്നു കൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Yeah.